ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വന്നത് ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. അതും ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് ഒരുപാട് കാലം എടുത്തു വെച്ചാലും കേടുവരാതെ അതേ രുചിയിൽ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലെ ഉണക്ക തേങ്ങയാണ് കേട്ടോ. ഒന്നില്ലെങ്കിൽ തേങ്ങ നല്ലപോലെ മൂത്തുണങ്ങിയിരിക്കുന്നെങ്കിൽ അതെടുക്കുക. പച്ച തേങ്ങയാണെങ്കിൽ നമ്മളിത് വെയിലത്ത് ഇട്ടിട്ട് ഇത് ഈ ഒരു രീതിക്ക് ആക്കിയെടുക്കുക. എന്നാലാണ് ചമ്മന്തി കേടുകൂടാതെ ഒരുപാട് കാലം ഇരിക്കുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഈ തേങ്ങയൊന്ന് നമ്മൾ അമ്മിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. എന്നാലാണ് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ആദ്യം തന്നെ ചൂടായ പാനിലേക്ക് ആവശ്യത്തിനുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ചെമ്മീൻ ഒന്നിച്ച് വാങ്ങിച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ നല്ലപോലെ കഴുകി ഉണക്കിയിട്ടാണ് കേട്ടോ സൂക്ഷിക്കാറ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഒന്ന് കഴുകിയ ശേഷം ഈ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വറുത്തെടുക്കാം. തുള്ളി പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ വേണ്ടി പാടില്ല നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിലൊക്കെ കേട്ടോ. അപ്പോൾ അതാ നമ്മളിനി വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രയാണോ ചമ്മന്തി ഉണ്ടാക്കുന്നത്, എത്രയാണോ നിങ്ങൾക്ക് എരിവ് വേണ്ടത് അതിനുള്ള മുളക് എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ വറ്റൽമുളകിന് പകരം നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിലും അതും എടുക്കാവുന്നതാണ്. വറ്റൽമുളകും ഇതുപോലെ നന്നായി കഴുകി ഉണക്കിയ ശേഷം വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ അതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഫ്ലെയിം മീഡിയത്തിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് നല്ലപോലെ വറുത്തെടുക്കാനായിട്ട്, കരിഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക, ഉണക്ക തേങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുക. ഈ ഒരു ഉണക്കത്തേങ്ങ ചേർക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവറും ഉണ്ടാവും, ആ ഒരു ചിക്ക് ഉണ്ടാവില്ല കേട്ടോ. കുറേ കാലം എടുത്ത് വെച്ചാലും ചിക്ക് ഉണ്ടാവില്ല. അധികവും നമ്മളിവിടെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയ ഉണക്ക തേങ്ങയാണ് കേട്ടോ എടുക്കാറ്. അതിലാണ് നമ്മൾ ഈ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി ഒരുപാട് കാലം എടുത്ത് വെക്കാറ്. മഴക്കാലത്തും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ, കേടേ വരില്ല. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആ ഒരു ചെള്ളിപ്പൊടിയുടെ അല്ലേ നമ്മൾ ഈ ഉണക്കച്ചെമ്മീൻ്റെ ഒരു കുത്തുന്ന മണം മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പിലയും കൂടെ ചേർക്കുന്ന സമയത്ത് നമ്മളിത് ഉണക്കച്ചെമ്മീനാണ് എന്നേ തോന്നില്ല കേട്ടോ. ആ ഒരു ഉണക്കച്ചെമ്മീൻ്റെ മണമൊന്നും അധികം അതിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിതാ കറിവേപ്പിലയും നന്നായി കഴുകി ഉണക്കിയിട്ട് വേണം കേട്ടോ അതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിപ്പിനാവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ പുളിപ്പ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിനുള്ള പുളി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് ചൂടാറിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറ് നന്നായി കഴുകി അതിലത്തെ വെള്ളമൊക്കെ നല്ലപോലെ ഡ്രൈ ആക്കിയ ശേഷം വേണം ഇത് ചതച്ചെടുക്കാനായിട്ട്. ഒരു ഇളം ചൂടോടെ തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് ചൂടാറൊന്നും വേണ്ട, ഒരു ഇളം ചൂടോടെ തന്നെ ഇതെല്ലാതും നല്ലപോലെ പൊടിച്ചെടുക്കാം. കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് നിർത്തിയിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തത്. അപ്പോൾ അത് നല്ലപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കഴിക്കുന്ന സമയത്ത് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്തിട്ട് കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്കിത് സൂക്ഷിച്ച് വെക്കാം. നമ്മൾ ദൂരെയൊക്കെ പോണ സമയത്ത് ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.